Elements of Arabic language, Block 1, Unit 2, An-Nakiratu al-Ma'rifa. നമ്മൾ പറഞ്ഞു വരുന്നത് അറബി ഭാഷയിലെ നാമങ്ങളെ കുറിച്ചാണ്, ഇസ്മിനെ കുറിച്ചാണ്. ഇസ്മ എന്താണെന്നും ഇസ്മിന്റെ വിവിധ ഇനങ്ങൾ എന്താണെന്നുമാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞത്. ബേസ്ഡ് ഓൺ ജെൻഡർ, മുദക്കർ മുഅന്നസ് എന്ന ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ ബേസ്ഡ് ഓൺ നമ്പർ, മുഫ്രദ് മുസന്ന ജംഅ് എന്ന ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ യൂണിറ്റിൽ മറ്റൊരു തരത്തിലുള്ള ഇസ്മിന്റെ കാറ്റഗറൈസേഷൻ ആണ് പറയുന്നത്. നക്കിറത്തു അൽ മാരിഫ, ഇൻഡെഫിനിറ്റ് നൗൺ ആൻഡ് ഡെഫിനിറ്റ് നൗൺ. അതെന്താണെന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് അവിടെ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. റഅയ്തു കിതാബൻ അലാ ത്വാവില, മേശപ്പുറത്ത് ഞാനൊരു പുസ്തകം കണ്ടു. മൂന്നാമത്തത് സെയ്ദുൻ ത്വാലിബുൻ മുജ്തഹിദുൻ ഫിൽ ഫസ്ൽ, സെയ്ദ് ക്ലാസ്സിലെ ഒരു കഠിനാധ്വാനിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ഈ രണ്ട് സെന്റൻസുകളിലും ബോൾഡ് ചെയ്യപ്പെട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തിൽ കിതാബ് എന്ന വാക്കും മൂന്നാമത്തെ സെന്റൻസിൽ സെയ്ദ് എന്ന വാക്കും ബോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. അത് ആദ്യമായിട്ട് സെയ്ദ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരാണ്, ഒരു വ്യക്തിയുടെ പേരാണ് സെയ്ദ് എന്നുള്ളത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മുഅയ്യനായ ഒരു വ്യക്തിയുടെ പേരാണ് സെയ്ദ്. അതേസമയം കിതാബ് എന്നുള്ളത് ഒരു ആമായിട്ടുള്ള, ഒരു പൊതുവായിട്ടുള്ള ഒരു ആശയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കിതാബ് എന്ന് പറയുമ്പോൾ ഏത് പുസ്തകവും ആകാലോ. എൻ്റെ കയ്യിലുള്ള പാഠപുസ്തകമാകാം, അല്ലെങ്കിൽ ലൈബ്രറിക്കകത്തുള്ള ഏത് പുസ്തകമാകാം. ലോകത്തുള്ള ഏത് പുസ്തകത്തെ കുറിച്ചും കിതാബ് എന്ന വാക്കിലൂടെ നമുക്ക് വിവക്ഷിക്കാൻ പറ്റും. അപ്പോൾ കിതാബ് എന്നുള്ളത് ഒരു വർഗനാമമാണ്, ഒരു പൊതുവായ ആശയത്തെയാണ് അത് കുറിക്കുന്നത്. ഇത്തരം പദങ്ങളെ നക്കിറ അഥവാ ഇൻഡെഫിനിറ്റ് നൗൺ എന്നാണ് പറയാം. അതേസമയം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വസ്തുവിനെയോ വ്യക്തിയെയോ ഐഡന്റിറ്റിയെയോ സൂചിപ്പിക്കുന്ന പദങ്ങളെ മഅരിഫ എന്നാണ് പറയാം. അപ്പോൾ ഇതാണ് നക്കിറയും മാരിഫയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നക്കിറ എന്ന ആ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന ഒരുപാട് പദങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കിതാബ്, കലമ്, മദ്രസ, റജുല്, ഇംറഅത്ത്, ഇൻസാന്, ഹയവാന്, അങ്ങനെ ഒരുപാട് പദങ്ങൾ നക്കിറ എന്ന കാറ്റഗറിക്കകത്ത് നമുക്ക് പറയാൻ പറ്റും. മാരിഫ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരായിരിക്കാം. അതുപോലെ മാരിഫയുടെ ആ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ കൊടുത്തിട്ടുണ്ട് 6ഓളം മാരിഫകളാണ് അറബി ഭാഷയിലുള്ളത്. ഒന്നാമത്തത് അൽ മുഅറഫു ബി അൽ, അല്ല് കൊണ്ട് താരീഫ് ചെയ്യപ്പെട്ടത്. അഥവാ ഏതൊരു നക്കിറയായിട്ടുള്ള പദത്തിന്റെ കൂടെ അലിഫ് ലാം ചേർന്ന് വന്നാൽ ആ പദം മാരിഫയായിട്ട് മാറും. ഇപ്പൊ റജുലുൻ എന്ന ഒരു വാക്ക്, അതിന്റെ കൂടെ അലിഫ് ലാം ചേർന്ന് വരികയാണ്, അർ റജുൽ. അതുപോലെ കിതാബ് എന്ന വാക്ക്, അതിന്റെ കൂടെ കിതാബ് നക്കിറയാണല്ലോ, അതിന്റെ കൂടെ അലിഫ് ലാം ചേർന്ന് വരികയാണ്, അൽ കിതാബ് എന്ന് പറയാണ്. അപ്പൊ അത് മാരിഫയായിട്ട് മാറും. കിതാബ് എന്ന് പറഞ്ഞാൽ എ ബുക്ക് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ബുക്ക് എന്നാണ് അർത്ഥം. അതിന്റെ കൂടെ അലിഫ് ലാം ചേർന്ന് വരികയാണെങ്കിൽ ദ ബുക്ക്, സംസാരിക്കുന്ന ആളുടെ മനസ്സിലുള്ള ഒരു പ്രത്യേക നിശ്ചിത പുസ്തകത്തെ കുറിച്ച് പറയുമ്പോഴാണ് എന്ത് പറയാ, അൽ കിതാബ്, ദ ബുക്ക് എന്ന് പറയാം. അപ്പൊ അവിടെ അതെന്തായി, മാരിഫയായിട്ട് മാറും. നക്കിറയായിട്ടുള്ള ഇസ്മിന്റെ കൂടെ അലിഫ് ലാം ചേർന്ന് വന്നാൽ അത് മാരിഫയായിട്ട് മാറും. അതാണ് മാരിഫയുടെ ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ മാരിഫ അൽ അലമു, പേരുകളാണ്, വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ഒക്കെ പേരുകൾ. അതെന്താണ്, മാരിഫ ആയിരിക്കും. അലമ് മാരിഫയാണ്. അതുപോലെ ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറ എന്ന് പറയുമ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ,
അതായത് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇംഗ്ലീഷിൽ ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഇങ്ങനെയുള്ള പദങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കറിയാം. ഹാദാ, ഹാദിഹി, ദാലിക, തിൽക, ഉലായിക. ഇത്തരം പദങ്ങൾ എന്താണ്? ഇസ്മുൽ ഇഷാറ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്നാണ് പറയാം. അത്തരം പദങ്ങൾ, ഇസ്മുകൾ, നാമങ്ങൾ എന്താണ്? മാരിഫ എന്ന കാറ്റഗറിക്കകത്താണ് വരിക. അതുപോലെ ലമീർ, ലമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ, സർവനാമങ്ങൾ. അവൻ, അവൾ, നീ, നിങ്ങൾ, ഞാൻ, ഞങ്ങൾ. ഇത്തരം പദങ്ങൾക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഹുവ, ഹുവ, ഹുമാ, ഹും, അന്ത, അന്തുമ, അന്തും, അന, നഹ്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇസ്മുകളെയാണ് ലമീർ, സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഇതും മാരിഫ എന്ന കാറ്റഗറിക്കകത്താണ് വരിക. ഇസ്മുൽ മൗസൂൽ, മാരിഫയുടെ മറ്റൊരു ഇനാണ് ഇസ്മുൽ മൗസൂൽ. ഇസ്മുൽ മൗസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്മിനെ മറ്റൊരു ആശയവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഇസ്മുൽ മൗസൂൽ എന്ന് പറയുന്നത്. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽ ബിന്തു അല്ലത്തി സാറത്ന, അൽ ബിന്ത് അല്ലത്തി സാറത്ന, നമ്മെ സന്ദർശിച്ച പെൺകുട്ടി. അൽ ബിന്ത് എന്നതിനെ സാറത്ന എന്ന സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അല്ലത്തി വന്നിരിക്കുന്നത്. അല്ലത്തി, അല്ലദി, അല്ലദീന പോലെയുള്ള ഇസ്മുൽ മൗസൂലുകളും എന്താണ്? മാരിഫയുടെ കാറ്റഗറിക്കകത്താണ് വരിക. ഇസ്മുൽ മൗസൂലിനെ കുറിച്ചും ഇസ്മുൽ ഇഷാറയെ കുറിച്ചൊക്കെയുള്ള വിശദമായ ചർച്ചകൾ അടുത്ത ഡിസ്കഷൻ പാർട്ടുകളിൽ വരുന്നുണ്ട്. പിന്നെ ആറാമത്തത് മുദാഫുലി വാഹിദി മിനൽ മാരിഫ്, മേലെ കൊടുത്ത ഏതെങ്കിലും ഒരു മാരിഫയുമായിട്ട് ഇലാഫത്ത് ചെയ്യപ്പെട്ട ഇസ്മുകൾ. ഉദാഹരണം അവിടെ കാണാൻ പറ്റും. സ്വദീഖി, സ്വദീഖുൻ എന്നുള്ളത് കൂട്ടുകാരൻ, അതൊരു നെക്കിറയായിട്ടുള്ള പദമാണ്. അതിലേക്ക് എന്ത് ചെയ്യാണ്? അതിലേക്ക് ഒരു മാരിഫയെ ചേർക്കുകയാണ്. അതായത് അതിനെ നമ്മൾ മാരിഫയിലേക്ക് ചേർത്ത് പറയുകയാണ്. അതായത് എൻ്റെ കൂട്ടുകാരൻ, അന എന്ന് പറയുന്ന ലമീർ, ഞാൻ എന്ന ലമീറിലേക്ക് കൂട്ടുകാരനെ ചേർത്ത് പറയുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നാവും. സ്വദീഖി എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ ഒരു മാരിഫയിലേക്ക്, ലമീറുകൾ മാരിഫയാണെന്ന് നമ്മൾ പറഞ്ഞു. മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്ന നെക്കിറയും മാരിഫയായിരിക്കും. അതുപോലെ ഹദീഖത്തുൽ മദീന, ഹദീഖത്തുൽ മദീന, ഹദീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് എന്നാണ്, പൂന്തോട്ടം എന്നൊക്കെ അർത്ഥമുണ്ട്. ഹദീഖ അതൊരു നെക്കിറയായിട്ടുള്ള പദമാണ്. അതിലേക്ക് അതിനെ എന്ത് ചെയ്യാണ്? അൽ മദീന എന്ന് പറയുന്ന അലിഫ്ലാമ് ചേർന്ന് വന്ന മാരിഫയിലേക്ക് ഹദീഖത്തിനെ ചേർത്ത് പറയാണ്. അങ്ങനെ വരുമ്പോൾ അതെന്തായി? ഹദീഖത്തുൽ മദീന, ഹദീഖത്ത് മദീനയിലേക്ക്, അൽ മദീനയിലേക്ക് ചേർത്ത് പറയലോടുകൂടി അത് മാരിഫയായിട്ട് മാറും. ഹദീഖത്തുൽ മദീന. കിതാബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം. ആ കിതാബിന് എന്ത് ചെയ്യാണ്? അതൊരു നെക്കിറായിട്ടുള്ള പദമാണ്. അതിനെ നമ്മൾ റാഷിദ് എന്ന് പറയുന്ന ഒരു ഇസ്മിലേക്ക് ചേർത്ത് പറയാണ്. റാഷിദിന്റെ പുസ്തകം എന്ന് പറയാണ്. അപ്പോ കിതാബു റാഷിദിൻ, മാരിഫയായിട്ടുള്ള റാഷിദിലേക്ക് കിതാബ് എന്ന് പറയുന്ന നെക്കിറെ ചേർത്ത് പറയുമ്പോൾ അത് കിതാബ് എന്തായി? മാരിഫയായിട്ട് മാറും. അതാണ് അൽ മുദാഫുലി വാഹിദിൻ അൽ മാരിഫ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് മാരിഫയുടെ 6 ഇനങ്ങൾ. അൽ മുഅറഫു ബിഅൽ, അൽ അലം, ഇസ്മുൽ ഇഷാറ, അൽ ലമീർ, ഇസ്മുൽ മൗസൂൽ, അൽ മുദാഫു ലി വാഹിദിൻ മിനൽ മആരിഫ്. അടുത്തതായിട്ട് അസ്മാഉൽ ഇഷാറ, മാരിഫകളുടെ മാരിഫകളിൽ പെടുന്ന ഒരു ഇനം മാരിഫയാണ് ഇസ്മുൽ ഇഷാറ എന്ന് നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് ഇവിടെ വരുന്നത്. ഇസ്മുൽ ഇഷാറ എന്ന് പറയുമ്പോൾ ഹുവ, അതെന്താണ്? മാ വുളിഅ ലി മുഅയ്യനിൻ ലിൽ ഇഷാറത്തി ഇലൈഹി,
ഒരു മുഅയ്യനായ ഒരു നിർണിതമായ വ്യക്തിയെയോ വസ്തുവിനെയോ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മിനെയാണ് ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്നത്. യൻഖസിമു ഇസ്മുൽ ഇഷാറ ഇലാ നൗഐനി, രണ്ട് വിധം ഇസ്മുൽ ഇഷാറകളുണ്ട്. ഒന്ന് ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ്, അടുത്തുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇത്, ഇവ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷിൽ ദിസ്, ദീസ് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറബിയിൽ വരുന്ന വാക്കുകളെയാണ് എന്ത് പറയാ? ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ് എന്ന് പറയാം. ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, അകലെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. അത്, ആ, അവ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന, ദാറ്റ്, ദോസ് ഇംഗ്ലീഷിൽ പറയുന്ന, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറബിയിൽ വരുന്ന വേർഡ്സ്, അതിനെ ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ് എന്ന് പറയും. ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നമുക്ക് സുപരിചിതമാണ്. ഹാദ, ഹാദാനി, ഹാഉലായി, ഹാദിഹി, ഹാത്താനി, ഹാഉലായി, ഹുന. ഇത്രയും വേർഡ്സ് ആണ് അസ്മാഉൽ ഇഷാറ ലിൽ ഖരീബ്. ഹാദ എന്നുള്ളത് മുഫ്രദ് മുദക്കറിനാണ് ഉപയോഗിക്കുക. അതായത് ഒരു വാക്ക്, ഒരു കാര്യം അത് ഏകവചനാണ്, അതേസമയം പുല്ലിംഗമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഹാദ ഉപയോഗിക്കുക. ഹാദ കലമുൻ, ഹാദ ത്വാലിബുൻ എന്നൊക്കെയാണ് പറയാം. കലമു എന്നുള്ളത് ഏകവചനാണ്, പുല്ലിംഗമാണ്. അതുകൊണ്ട് ഹാദ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ പേന അല്ലെങ്കിൽ ഇത് പേനയാണ് എന്ന് പറയാൻ ഹാദ കലമുൻ. ഹാദ ത്വാലിബുൻ, ഇത് വിദ്യാർത്ഥിയാണ്. അതേസമയം മുസന്നയാണെങ്കിൽ, മുസന്ന മുദക്കറാണെങ്കിൽ അടുത്തുള്ള രണ്ട് വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ, മുദക്കറായിട്ടുള്ള പുല്ലിംഗമായിട്ടുള്ള രണ്ട് വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ ഹാദാനി എന്നാണ് പറയാം. ഹാദാനി മുഹന്ദിസാനി, ഇത് രണ്ട് എഞ്ചിനീയർമാരാണ്. മുഹന്ദിസാനി എന്നുള്ളത് പുല്ലിംഗാണ്, അതുപോലെ ദ്വിവചനം മുസന്നയുമാണ്. അതുകൊണ്ടാണ് ഹാദാനി ഉപയോഗിക്കുന്നത്. അതുപോലെ ഹാദാനി കിതാബാനി, ഇത് രണ്ട് പുസ്തകങ്ങളാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്നത് ഹാദിഹി, ഹാദക്ക് പകരം ഹാദിഹി ആണ് ഉപയോഗിക്കുക മുഫ്രദാവുമ്പോ, ഏകവചനാവുമ്പോ. ഹാദിഹി ഹദീഖത്തുൻ, ഇത് പൂന്തോട്ടമാണ്. ഹദീഖത്ത് എന്നുള്ളത് അവസാനം താവ് ചേർന്ന് വന്ന ഇസ്മാവുമ്പോ ഇത് മുഅന്നസ് ആയിരിക്കും. അപ്പൊ അതിന് ഏകവചനായതുകൊണ്ട് എന്ത് പറയും? ഹാദിഹി എന്ന് പറയും. ഹാദിഹി ഹദീഖ. ഹാദിഹി ഹഖീബ, ഇത് ബേഗാണ്. ഹഖീബത്ത് എന്നുള്ളത് അവസാനം താവ് ചേർന്ന് വന്നതുകൊണ്ട് അത് മുഅന്നസാണ്, ഏകവചനാണ്. അപ്പൊ അത് ഹാദിഹി എന്ന ഇസ്മുൽ ഇഷാറയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി മുസന്നയാണെങ്കിലോ, മുഅന്നസ് സ്ത്രീലിംഗ പദം മുസന്നയാണ്, രണ്ട് എന്ന അർത്ഥത്തിലുള്ളതാണെങ്കിൽ അവിടെ ഹാത്താനി എന്ന ഇസ്മുൽ ഇഷാറയാണ് ഉപയോഗിക്കേണ്ടത്. ഹാത്താനി മുഅല്ലിമത്താനി, ഇത് രണ്ടും രണ്ട് അധ്യാപികമാരാണ്. മുഅല്ലിമത്താനി. അതുപോലെ ഹാത്താനി ത്വാലിബത്താനി, രണ്ട് വിദ്യാർത്ഥിനികളാണ് ഇവർ. ഹാത്താനി ത്വാലിബത്താനി. ഇനി അടുത്തുള്ള വസ്തുക്കൾ കുറെ ഉണ്ട്, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ഹാഉലായി എന്നാണ് ഉപയോഗിക്കുക. അവിടെ മുദക്കർ മുഅന്നസ് എന്ന വേർതിരിവില്ല. ഹാഉലായി എന്നുള്ളത് കോമൺ ആണ്, ജംഇന് കോമൺ ആയിട്ടുള്ള ഇസ്മുൽ ഇഷാറയാണ് ഹാഉലായി. ഹാഉലായി റിജാലുൻ, ഇവർ പുരുഷന്മാരാണ്. ഹാഉലായി ബനാത്തുൻ, ഇവർ പെൺകുട്ടികളാണ്. ഹാഉലായി എന്നുള്ളത് മുദക്കറിനും മുഅന്നസിനും കോമൺ ആണ് ജംഇന്റെ കേസിൽ. അതുപോലെ ഹുന എന്നുള്ളത് സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കാൻ, അടുത്തുള്ള സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കാൻ. ഹിയർ എന്ന് പറയാൻ, ഇവിടെ എന്ന് പറയാൻ ഹുന എന്നാണ് ഉപയോഗിക്കുക. ഹുന. അതുപോലെ അസ്മാഉൽ ഇഷാറ ലിൽ ബഈദ്, അകലെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകളെ അസ്മാഉൽ ഇഷാറ ലിൽ ബഈദ് എന്ന് പറയും. ദാറ്റ്, ദോസ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന വേർഡ്സ്. ഇതിൽ പുല്ലിംഗ ആണെങ്കിൽ, ഏകവചനാണെങ്കിൽ ദാലിക്ക എന്ന് ഉപയോഗിക്കും. ദാലിക്ക ത്വരീഖുൻ വാസിഉൻ, അത് വിശാലമായൊരു വഴിയാണ്.
ദാലിക മസ്നഉൻ കബീറുൻ, ഇത് വലിയ ഒരു ഫാക്ടറിയാണ്. മസ്ന എന്നുള്ളത് ഏകവചനാണ്, പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ദാലിക ഉപയോഗിക്കുന്നത്. അതേസമയം അതിന്റെ സ്ത്രീലിംഗം തിൽക്ക എന്നാണ് വരിക. തിൽക്ക ത്വാവിലത്തുൻ, ഇതൊരു മേശയാണ്. ത്വാവിലത്ത് അവസാനം താവ് ചേർന്ന് വന്നതുകൊണ്ട് മുഅന്നസായിട്ടാണ് പരിഗണിക്കുക. തിൽക്ക ത്വാവില. തിൽക്ക ഷജറ, അത് ഒരു മരമാണ്, വൃക്ഷമാണ്. തിൽക്ക. ഇനി ഇതിന്റെ മുസന്ന ദ്വിവചനാണെങ്കിൽ താനിക്ക എന്നാണ് ഉപയോഗിക്കുക. താനിക്ക മുഅല്ലിമത്താനി, അവർ രണ്ട് അധ്യാപികമാരാണ്. താനിക്ക ത്വബീബത്താനി, അവർ രണ്ടുപേരും രണ്ട് ഡോക്ടേഴ്സ് ആണ്. ത്വബീബത്താനി. അതേസമയം ജംഇന്റെ കേസിൽ ഉലായിക്ക എന്നാണ് മുദക്കറിനും മുഅന്നസിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഉലായിക്ക തുല്ലാബുൻ മുജ്തഹിദൂൻ, അവർ കഠിനാധ്വാനികളായ വിദ്യാർത്ഥികളാണ്. ഉലായിക്ക ബനാത്തുൻ, അവർ പെൺകുട്ടികളാണ്. ഉലായിക്ക എന്നുള്ളത് മുദക്കറിനും മുഅന്നസിനും കോമൺ ആണ്. പിന്നെ സ്ഥലത്തെ സൂചിപ്പിക്കാൻ, അകലെയുള്ള സ്ഥലത്തെ സൂചിപ്പിക്കാൻ ദർ എന്ന് പറയണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറബിയിൽ ഹുനാക്ക, ഹുനാലിക്ക, ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കും. അടുത്തുള്ള സ്ഥലമാകുമ്പോൾ ഹുന എന്ന് പറയും, അകലെയുള്ള സ്ഥലമാകുമ്പോൾ ഹുനാക്ക, ഹുനാലിക്ക, ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കും. ഇത്രയുമാണ് ഇസ്മുൽ ഇഷാറ. അടുത്തതായിട്ട് ഇസ്മുൽ ഇഷാറ എന്താണ് എന്ന് ചോദിച്ചാൽ ഹുവ മാ വുദിഅ ലി മുഅയ്യനിൻ ലിൽ ഇഷാറത്തി ഇലൈഹി. ഇസ്മുൽ ഇഷാറ എന്നാൽ ഒരു നിർണിത വസ്തുവിനെ, വ്യക്തിയെ സൂചിപ്പിക്കാൻ, അവരെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകളെയാണ് ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്നത്. യൻഖസിമു ഇസ്മുൽ ഇഷാറ ഇലാ നൗഐൻ. ഇസ്മുൽ ഇഷാറ രണ്ട് വിധത്തിലുണ്ട്. ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബും ഇസ്മുൽ ഇഷാറ ലിൽ ബഈദും. അകലെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ, അടുത്തുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ. അടുത്തതായിട്ട് ഇസ്മുൽ മൗസൂൽ. മാരിഫയുടെ മറ്റൊരു കാറ്റഗറിയാണ് ഇസ്മുൽ മൗസൂൽ. വഹുവ ഇസ്മുൻ യുസ്തഖ്ദമു ലിറബ്തി മാ ബഅദഹു. ഒരു ഇസ്മിനെ അതിന്റെ ശേഷം വരുന്ന ഒരു ആശയവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇസ്മുൽ മൗസൂൽ ഉപയോഗിക്കുന്നത്. ലിൽ വസ്ഫി ഔ ലിത്തഈനി, ആ ഇസ്മിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയോ അതിനെ നിർണയിക്കാൻ വേണ്ടിയോ. വൽ ജുംലത്തുല്ലത്തി തുദ്കറു ബഅദൽ അസ്മാഇൽ മൗസൂല. ഇസ്മു മൗസൂലക്ക് ശേഷം വരുന്ന സെന്റൻസ്, അതിനെ സിലത്തുൽ മൗസൂൽ എന്ന് പറയും. സിലത്തുൽ മൗസൂൽ. അപ്പോൾ ഇസ്മുൽ മൗസൂൽ എന്താണെന്നും സിലത്തുൽ മൗസൂൽ എന്താണെന്നും മനസ്സിലാക്കുക. ഇസ്മുൽ മൗസൂൽ, സിലത്തുൽ മൗസൂൽ. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാകും. ഇസ്മുൽ മൗസൂലുകളായിട്ട് വരുന്നത് അല്ലദീ, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. ഇത്രയും ഇസ്മുൽ മൗസൂലുകളാണുള്ളത്. അല്ലദീ എന്നുള്ളത് ലിൽ മുഫ്രദിൽ മുദക്കർ, മുഫ്രദ് മുദക്കറിനാണ്. ഏകവചനം അതുപോലെ പുല്ലിംഗം. ഇങ്ങനെയാവുമ്പോൾ അല്ലദീ എന്നാണ് ഉപയോഗിക്കുക. ഹാദാ ഹുവൽ ആലിം അല്ലദീ അല്ലഫ കുതുബൻ അദീദ. ഹാദാ, ഇത്, ഹുവൽ ആലിം, ഇദ്ദേഹമാണ് ആ ഒരു പണ്ഡിതൻ. അല്ലദീ അല്ലഫ കുതുബൻ അദീദ, ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആ ഒരു പണ്ഡിതൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇദ്ദേഹം. അപ്പൊ അവിടെ അൽ ആലിം എന്നുള്ളത് നമുക്കറിയാം പുല്ലിംഗാണ്, ഏകവചനമാണ്. അങ്ങനെ വരുമ്പോ ഏകവചനമായിട്ടുള്ള പുല്ലിംഗത്തെ വസ്ഫ് ചെയ്യാൻ വേണ്ടിയോ തഈൻ ചെയ്യാൻ വേണ്ടിയോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇസ്മുൽ മൗസൂലിനെ കൊണ്ടുവരികയാണെങ്കിൽ അല്ലദീ എന്ന ഇസ്മുൽ മൗസൂലാണ് ഉപയോഗിക്കേണ്ടത്. അല്ലദീ. ആ അല്ലദിക്ക് ശേഷം വരുന്ന അല്ലഫ കുതുബൻ അദീദ എന്നുള്ള സെന്റൻസ്, ധാരാളം പുസ്തകങ്ങൾ രചിച്ചു എന്ന മാനയിലുള്ള ആ ഒരു ആശയത്തിലുള്ള ആ സെന്റൻസിനെ നമ്മൾ എന്ത് പറയും, സിലത്തുൽ മൗസൂൽ എന്ന് പറയും. അല്ലദീ ഇസ്മുൽ മൗസൂലും അല്ലഫ കുതുബൻ അദീദ എന്ന സെന്റൻസ് സിലത്തുൽ മൗസൂലുമാണ്. അതുപോലെ അല്ലദാനി എന്നാണ് ഉപയോഗിക്കുന്നത്. മുദക്കർ മുസന്നക്ക്.
മുസന്ന മുദക്കറിന്. പുല്ലിംഗമാണ് ദ്വിവചനവുമാണെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത്? അല്ലദാനി. ഉദാഹരണം ഫാസ ത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ വിജയിച്ചു. അല്ലദാനി എങ്ങനെയുള്ള രണ്ട് വിദ്യാർത്ഥികൾ? ഇജ്തഹദ അവർ രണ്ടുപേരും എഫേർട്ട് എടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. ഫിദ്ദിറാസത്തി പഠന കാര്യത്തിൽ. അപ്പൊ അവിടെ അല്ലദാനി എന്നുള്ളത് ഇസ്മുൽ മൗസൂലാണ്. അങ്ങനെ അല്ലദാനി ഉപയോഗിക്കാൻ കാരണം ത്വാലിബാനിയാണ് അതിന്റെ മുമ്പിലുള്ളത്. ത്വാലിബാനി എന്നുള്ളത് മുദക്കറാണ്, മുസന്നയുമാണ്, ദ്വിവചനമാണ്, രണ്ട് എന്ന ആശയത്തിലുള്ള മുസന്നയാണ്. അതോടൊപ്പം അത് മുദക്കറുമാണ്, പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് അല്ലദാനി ഉപയോഗിച്ചത്. ഈ അല്ലദാനി എന്ന് പറയുന്ന ഇസ്മുൽ മൗസൂലക്ക് ശേഷം പറഞ്ഞ ഇജ്തഹദ ഫിദ്ദിറാസ എന്നുള്ളത് എന്താണ്? സിലത്തുൽ മൗസൂലാണ്. സിലത്തുൽ മൗസൂൽ, മൗസൂലയുടെ സിലയാണ്. അതുപോലെ അല്ലദീന എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ ജംഉ മുദക്കർ, ബഹുവചനമാണ്. അതുപോലെ മുദക്കറുമാണെങ്കിൽ, പുല്ലിംഗമാണ്, ബഹുവചനമാണെങ്കിൽ അല്ലദീന എന്നാണ് ഉപയോഗിക്കുക. അൽ അസ്ഹാബ് ഹുമുല്ലദീന ബായഉൻ നബിയ. അൽ അസ്ഹാബ് അനുചരന്മാർ, ഹുമുല്ലദീന അവർ, അല്ലദീന ഒരു കൂട്ടം ആളുകളാണ്, ബായഉൻ നബിയ പ്രവാചകനുമായി അനുസരണ പ്രതിജ്ഞ ചെയ്ത ആളുകളാണ് സഹാബികൾ, അനുചരന്മാർ. അപ്പൊ അസ്ഹാബ് എന്നുള്ളത് എന്താണ്? പ്ലൂരലാണ്, ജംആണ്, ഒന്നിൽ കൂടുതൽ ഉള്ള ആശയത്തെ കുറിക്കുന്നതാണ്. അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ, ഇസ്മുൽ മൗസൂൽ കൊണ്ടുവരുമ്പോൾ അല്ലദീന എന്ന് തന്നെ പറയണം. മുദക്കറായിട്ടുള്ള, പുല്ലിംഗമായിട്ടുള്ള ബഹുവചനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി, തഅയീൻ ചെയ്യാൻ വേണ്ടി ഇസ്മുൽ മൗസൂൽ പറയുമ്പോൾ അല്ലദീന ഉപയോഗിക്കണം. അല്ലദീ പോരാ, അല്ലദാനിയും പോരാ, അല്ലദീന എന്ന് തന്നെ പറയണം. അതിന് ശേഷം അല്ലദീനയുടെ എന്ന് പറയുന്ന ഇസ്മുൽ മൗസൂലിന് ശേഷം പറഞ്ഞ ജുംല, ആ ഒരു സെന്റൻസ് ബായഉൻ നബിയ എന്ന് പറയുന്ന സെന്റൻസ് എന്താണ്? സിലത്തുൽ മൗസൂലാണ്. അതുപോലെ അല്ലത്തി എന്നാണ് പറയാ ലിൽ മുഫ്രദിൽ മുഅന്നസി. സ്ത്രീലിംഗാണെങ്കിൽ, ഏകവചനമാണെങ്കിൽ എന്ത് പറയും? അല്ലത്തി എന്നാണ് ഉപയോഗിക്കുക. ഹിയൽ മുഅല്ലിമത്തുല്ലത്തി അല്ലമത്നി. ഹിയ അവൾ, അൽ മുഅല്ലിമ അവളാണ് അധ്യാപിക. അല്ലത്തി എങ്ങനത്തെ അധ്യാപിക? അല്ലമത്നി എന്നെ പഠിപ്പിച്ച. അൽ മുഅല്ലിമത്ത് എന്നുള്ളത് ഏകവചനാണ്, സ്ത്രീലിംഗാണ്. അതുകൊണ്ട് അല്ലത്തി എന്ന ഇസ്മുൽ മൗസൂൽ വന്നു. അതിനുശേഷം പറഞ്ഞ അല്ലമത്തിനി എന്ന സെന്റൻസ് ആ ഇസ്മുൽ മൗസൂലയുടെ സിലയാണ്, സില. ഇനി സ്ത്രീലിംഗം ദ്വിവചനാണെങ്കിൽ, മുസന്നയാണെങ്കിൽ അല്ലത്താനി എന്നാണ് ഉപയോഗിക്കുക. സ്ത്രീലിംഗ പദം ജം ആണ്, പ്ലൂറൽ ആണെങ്കിൽ അല്ലാത്തി, അല്ലായി എന്നാണ് ഉപയോഗിക്കുക. ഈ പറഞ്ഞ ഇസ്മുൽ മൗസൂലുകൾക്ക് പുറമെ ഈ പറഞ്ഞ 6 ഇസ്മുൽ മൗസൂലുകൾ അല്ലദി, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലായി, അല്ലാത്തി, ഈ 6 ഇസ്മുൽ മൗസൂലുകൾക്ക് പുറമെ മൻ, മാ ഇങ്ങനെ 2 പൊതുവായ ഇസ്മുൽ മൗസൂലുകളും കൂടെ ഉണ്ട്. മൻ എന്നുള്ളത് ഇസ്മു മൗസൂലുൻ ആമൻ, ഒരു പൊതുവായ ഇസ്മുൽ മൗസൂലയാണ്. ലിൽ ആഖിലി, അത് ഉപയോഗിക്കുക ആഖിലിന് വേണ്ടിയാണ്, ഒരു ബുദ്ധിയുള്ള ജീവികൾക്ക് വേണ്ടിയാണ് മൻ ഉപയോഗിക്കുന്നത്. ഹളറ ഫിൽ മജ്ലിസി മൻ അഖദുൽ അംറ ബിജിദ്. അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഹളറ ഫിൽ മജ്ലിസി, സദസ്സിൽ ഹാജറായി, മൻ ഒരു കൂട്ടം ആളുകൾ, അഖദു അൽ അംറ അവർ കാര്യത്തെ സമീപിക്കുന്നു, ബിൽ ജിദ്ദി വളരെ സീരിയസ് ആയിട്ട്, കാര്യങ്ങളെ സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന ആളുകളാണ് ഈ സദസ്സിലുള്ളത്. അപ്പൊ അവിടെ മൻ എന്നുള്ളത് ഇസ്മുൽ മൗസൂലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ മാ എന്നുള്ളത് ഇസ്മുൽ മൗസൂലുൻ ലിഗൈരിൽ ആഖിലി, ബുദ്ധി ഇല്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടിയാണ് മാ എന്ന ഇസ്മുൽ മൗസൂൽ ഉപയോഗിക്കുന്നത്. ലാ തഹ്മിൽ മാ ലാ ത്വാഖത ലക അലൈഹി, ലാ തഹ്മിൽ നീ ചുമക്കരുത്, മാ ഒരു കാര്യം, ലാ ത്വാഖത ലക അലൈഹി നിനക്കത് വഹിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരു കാര്യം നീ എന്ത് ചെയ്യരുത്, ചുമലിലേറ്റി പ്രയാസപ്പെടരുത് എന്നാണ്. അപ്പൊ അവിടെ മാ എന്നുള്ളത് ഇസ്മുൻ മൗസൂലുൻ ലിഗൈരിൽ ആഖിലി,
അതിന് പുറമെ ഇസ്മുൽ മൗസൂലായിട്ട് ഉപയോഗിക്കുന്ന വേറെയും ഇസ്മുകളുണ്ട്. അയ്യ്, അതുപോലെ താരീഫിന്റെ അലിഫ്ലാം, ഇതൊക്കെയും ഇസ്മുൽ മൗസൂലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ വിശദമായ ചർച്ചകളിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇസ്മുൽ മൗസൂൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹുവ ഇസ്മുൻ യുസ്തഖ്ദമു ലിറബ്തി മാ ബഅദഹു. ഒരു ഇസ്മിനെ അതിന് ശേഷം പറയുന്ന ഒരു ആശയവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മാണ് ഇസ്മുൽ മൗസൂൽ എന്ന് പറയുന്നത്. ലിൽ വസ്ഫി ഔ ലിത്തഈനി. ലിൽ വസ്ഫി, അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയോ, ഔ ലിത്തഈൻ, അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ നിർണയിക്കാൻ വേണ്ടിയോ. വൽ ജുംലത്തുല്ലത്തി തുദ്കറു ബഅദ അൽ അസ്മാഇൽ മൗസൂല. ഇസ്മു മൗസൂലയുടെ ശേഷം പറയുന്ന സെന്റൻസ് തുസമ്മ, അതിന് നമ്മൾ പറയുക സുലത്തുൽ മൗസൂൽ എന്നാണ്. വലാ യതിമ്മു മാനൽ ജുംലത്തി ഇല്ലാ ബി വുജൂദിഹ. ഒരു മൗസൂലയുടെ ആശയം പൂർത്തിയാവണമെങ്കിൽ, ഇസ്മുൽ മൗസൂലിന്റെ ആശയം പൂർത്തിയാവണമെങ്കിൽ സുല എന്ന് പറയുന്ന ഒരു ഘടകം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് അല്ലമാഇർ, പ്രോനൗൺസിനെ കുറിച്ചാണ്. പ്രോനൗൺ എന്ന് പറയുമ്പോൾ, ലമീറുകൾ എന്ന് പറയുമ്പോൾ അത് എന്താണ്? അൽ-ലമീറു ഹുവ ഇസ്മുൻ ജാമിദുൻ മബ്നിയുൻ ലിയദുല്ല അലാ മുതകല്ലിമിൻ ഔ മുഖാത്തബിൻ ഔ ഗായിബിൻ. ലമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുതകല്ലിമിന്റെയോ മുഖാത്തബിന്റെയോ ഗായിബിന്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മുകളായിരിക്കും. അഥവാ മുതകല്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസാരിക്കുന്ന ആള്, ഫസ്റ്റ് പേഴ്സൺ. ഞാൻ, ഞങ്ങൾ, ഇതിനെയാണ് മുതകല്ലിം എന്ന് പറയുക. സംസാരിക്കുന്ന ആളെ സൂചിപ്പിക്കുന്ന ലമീർ. ഞാൻ, ഞങ്ങൾ. മുഖാത്തബ് എന്ന് പറയുമ്പോൾ അഭിസംബോധിതൻ, സെക്കൻഡ് പേഴ്സൺ. മുതകല്ലിം ഫസ്റ്റ് പേഴ്സൺ, മുഖാത്തബ് സെക്കൻഡ് പേഴ്സൺ, അഭിസംബോധന ചെയ്യപ്പെടുന്ന ആള്. നീ, നിങ്ങൾ, ഇതിനെയാണ് മുഖാത്തബ് എന്ന് പറയുന്നത്. അതുപോലെ ഗായിബ് എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ, സദസ്സിലില്ലാത്ത ആള്. അവൻ, അവർ, അവൾ എന്നൊക്കെ പറയാന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3 തരം ലമീറുകളാണ് ഉള്ളത്: മുതകല്ലിമ്, മുഖാത്തബ്, ഗായിബ്. ഇതിന് ഓരോന്നിനും അറബി ഭാഷയിൽ പ്രത്യേകം ലമീറുകൾ ഉണ്ട്. പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും വ്യത്യസ്തമായിട്ട് വരുന്നവയുണ്ട്, പൊതുവായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുത്തക്കല്ലിമിന്റെ കേസിൽ അന, നഹ്നു, ഇങ്ങനെ 2 ലമീറുകളാണ് ഉള്ളത്. അന എന്ന് പറയുമ്പോൾ ഞാൻ, സ്ത്രീലിംഗാണെങ്കിലും പുല്ലിംഗാണെങ്കിലൊക്കെ കോമൺ ആണ്. അന, ഞാൻ. അതുപോലെ അതിന്റെ പ്ലൂറല് അത് നഹ്നു എന്നാണ്, ഞങ്ങൾ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ 2 പേരാണെങ്കിൽ, 2ൽ കൂടുതലാണെങ്കിലൊക്കെ, പുല്ലിംഗാണെങ്കിലും സ്ത്രീലിംഗ ആണെങ്കിലൊക്കെ നഹ്നു എന്ന് തന്നെയാണ് പറയാ. അന, നഹ്നു. അന ലാ അക്ദിബു അബദൻ. അന, ഞാൻ. ലാ അക്ദിബു, ഞാൻ കളവ് പറയുകയില്ല. അബദൻ, ഒരിക്കലും. നഹ്നു നംശി ഫിത് ത്വരീഖ്, ഞങ്ങൾ വഴിയിലൂടെ നടക്കുന്നു. നഹ്നു, ഞങ്ങൾ. അന, ഞാൻ. ഇനി അടുത്തത് മുഖാത്തബ് എന്ന് പറയുന്ന 2ാമത്തെ ഇനം ലമീർ. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ. നീ, നിങ്ങൾ എന്ന് പറയാൻ അറബിയില് അന്ത. അന്ത എന്ന് പറഞ്ഞാൽ നീ. നീ എന്ന് പറയാ മുഫ്രദ് മുദക്കറിനോടാണ്. ഏകവചനം പുല്ലിംഗാണെങ്കിൽ അന്ത എന്ന് പറയും. നേരെ മറിച്ച് മുഅന്നസ് സ്ത്രീലിംഗാണ്, ഏകവചനാണെങ്കിൽ അന്തി എന്ന് പറയും. അന്ത, അന്തി. അതുപോലെ 2 പേര് മുമ്പിലുണ്ടെങ്കിൽ അവരോട് നമ്മൾ അന്തുമ എന്നാണ് പറയാ. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ 2 പേരാണെങ്കിൽ അന്തുമ എന്നാണ് പറയാ. അന്ത, അന്തുമ, അന്തി, അന്തുമ. ഇനി 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ കേസിൽ അന്തും എന്ന് പറയും, നിങ്ങൾ. സ്ത്രീകളുടെ കേസിൽ അന്തുന്ന എന്നും പറയും. അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന. ഇതിന്റെ എക്സാമ്പിളുകൾ അവിടെ കാണാം. അന്തി മാഹിറത്തും ഫി
ത്വബാഖ, അന്തി നീ, മാഹിറത്തുൻ എക്സ്പേർട്ടാണ്, ഫി ത്വബാഖത്തി കുക്കിങ്ങിന്റെ കാര്യത്തിൽ, അന്തി. സ്ത്രീയോട് പറയുമ്പോൾ അന്തി എന്നാണ് പറയാ, ഒരു സ്ത്രീയോട് പറയുമ്പോൾ. ഇനി അടുത്തത് തേർഡ് പേഴ്സൺ അഥവാ ഗായിബാണ്. ഗായിബ്, തേർഡ് പേഴ്സൺ ഗായിബ്, സദസ്സിലില്ലാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ലമീറുകൾ, സർവനാമങ്ങൾ, പ്രോനൗണുകൾ. അത് ഇതൊക്കെയാണ്. ഹുവ, ഹുവ അവൻ, അവൾ എന്നുള്ളതിന് ഹിയ എന്ന് പറയും. രണ്ടു പേരുണ്ടെങ്കിൽ ഹുമ എന്ന് പറയും. സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും കോമൺ ആണ് ഹുമ. ഇനി രണ്ടിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ പുല്ലിംഗത്തിന് ഹും എന്ന് പറയും, സ്ത്രീലിംഗത്തിന് ഹുന്ന എന്ന് പറയും. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. ഹുവ മുദർരിസുൻ ഫിൽ കുല്ലിയ അൽ ഹുക്കൂമിയ, ഹുവ അദ്ദേഹം, മുദർരിസുൻ അധ്യാപകനാണ്, ഫിൽ കുല്ലിയത്തിൽ ഹുക്കൂമിയ ഗവൺമെന്റ് കോളേജിൽ. ഹുന്ന അവർ, അവർ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴാണ് ഹുന്ന എന്ന് പറയാം. ഹുന്ന ത്വാലിബാത്തുൻ അവരെന്താണ്, വിദ്യാർത്ഥിനികളാണ്. മുജ്തഹിദാത്തുൻ കഠിനാധ്വാനികളായ. പിന്നെ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഗായിബിന്റെ ലമീർ നമ്മൾ പറഞ്ഞു, അത് പിന്നെ നമ്മൾ പറഞ്ഞത് ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, ഇതാണ്. ഇത് ഈ ലമീറുകൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോഴാണ് ഈ ലമീറുകൾ ഉപയോഗിക്കുക. അതേസമയം ഈ ലമീറുകൾ തന്നെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്, മഫ്ഊലിന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ അതിന് മറ്റു പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, മാ തകല്ലമൽ വസീറു ഇല്ല ഇയ്യായ. മാ തകല്ലമൽ വസീറു, മാ തകല്ലമൽ വസീറു മന്ത്രി സംസാരിച്ചില്ല, ഇല്ല ഇയ്യായ എന്നോടല്ലാതെ. ഇയ്യായ എന്ന് പറഞ്ഞാൽ എന്നോട് എന്നാണ്. ഞാൻ എന്നുള്ളതിന് അന എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നോട് എന്ന് പറയാൻ ഇയ്യായ എന്നാണ് പറയുന്നത്. അവനോട് എന്നുള്ളതിന് ഇയ്യാഹു എന്ന് പറയും. അതുപോലെ നിന്നോട് എന്നുള്ളതിന് ഇയ്യാക്ക എന്ന് പറയും. അൽ ലമായിറുൽ മുൻഫസില അൽ ഖാസ ബിൻ നസ്ബി, നസ്ബിന്റെ സ്ഥാനത്ത് വരുന്ന ലമീറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇയ്യായ, ഇയ്യാന, ഇയ്യാക്ക, ഇയ്യാക്കി, ഇയ്യാക്കുമ, ഇയ്യാക്കും, ഇയ്യാക്കുന്ന, ഇയ്യാഹു, ഇയ്യാഹ, ഇയ്യാഹുമ, ഇയ്യാഹും, ഇയ്യാഹുന്ന. ഞാൻ എന്നുള്ളതിന് അന എന്നാണ് പറയാ. എന്നെ എന്ന് പറയാൻ ഇയ്യായ എന്നാണ് പറയാ. അതുപോലെ ഞങ്ങൾ എന്നുള്ളതിന് നഹ്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെ എന്ന് പറയാൻ ഇയ്യാന എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ അവൻ എന്നുള്ളതിന് ഹുവ എന്നാണ് നമ്മൾ പറഞ്ഞത്. അവനെ എന്ന് പറയാൻ ഇയ്യാഹു ഉപയോഗിക്കും. അവൾ എന്നുള്ളതിന് ഹിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. അവളെ എന്ന് പറയാൻ ഇയാഹ. അതുപോലെ ഉപയോഗിക്കുന്ന ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നസ്ബിന്റെ സ്ഥാനത്ത് വരുന്ന ലമീറുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ലമീർ എന്ന് പറഞ്ഞാൽ അല്ലമീറു ഇസ്മുൻ ജാമിദുൻ മബനിയുൻ ലിയദുല്ല അലാ മുത്തക്കല്ലിമിൻ ഔ മുഖാത്തബിൻ ഔ ഗായിബിൻ. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, മുഖാത്തബ് സെക്കൻഡ് പേഴ്സൺ, ഗായിബ് തേർഡ് പേഴ്സൺ. ഇങ്ങനെ 3 തരം ലമീറുകളാണ് ഉള്ളത്. മുത്തക്കല്ലിമിന്റെയോ മുഖാത്തബിന്റെയോ ഗായിബിന്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മുകളെയാണ് ലമീർ എന്ന് നാം വിളിക്കുന്നത്. അതോടുകൂടി ഈ യൂണിറ്റ് പൂർത്തിയായി ഇരിക്കുകയാണ്. അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.